നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ വാർത്തകളിൽ നിറയുന്നത് ഇത് ആദ്യമല്ല. നിരവധി തവണ പലവിധത്തിലുള്ള ആരോപണങ്ങളും വീണ വിജയന് നേരെ ഉണ്ടായിട്ടുണ്ട്. അന്നെല്ലാം പിണറായി വിജയൻ തന്നെ കുടുക്കാനായി തന്റെ മകളെ ഇരയാക്കുകയാണെന്ന ഇരവാദമൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, നിയമസഭയിൽ മാത്യു കുഴൽനാടൻ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ഏതായാലും വീണ വിജയനെ അടപടലം പൂട്ടാൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നത് PC ജോർജിന്റെ മകനും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജാണ്. ഷോൺ ജോർജ് ഒരു അഭിഭാഷകൻ കൂടിയാണ്. എന്താണ് ഷോൺ ജോർജ് ഇപ്പോൾ വീണ വിജയനെതിരെ രംഗത്ത് വന്നിരിക്കുന്നതെന്ന് സ്വാഭാവികമായി ഉയരുന്ന ഒരു ചോദ്യമാണ്. ഒരു കാലത്ത് പിണറായി വിജയനൊപ്പവും CPM-നൊപ്പവും ഒക്കെ സന്തത സഹചാരിയായിരുന്ന ആളാണ് PC ജോർജ്. PC ജോർജും അതുപോലെ തന്നെ ഷോൺ ജോർജും ഒക്കെ ഈ രാഷ്ട്രീയത്തിന്റെ തണൽ പറ്റി തന്നെ വന്നവരായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകാതെ തരമില്ല. ഏതായാലും വീണ വിജയനും പിണറായി വിജയനെയും ഒക്കെ കഴിഞ്ഞ കുറേ നാളുകളായി പലതരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോഴും PC ജോർജ് വളരെ കൃത്യമായി തന്നെ നിലപാട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും വലിയ രീതിയിൽ ആക്രമണങ്ങൾക്കൊന്നും വരാതിരുന്ന ഒരാളായിരുന്നു ഈ ഷോൺ ജോർജ്. പിന്നെ എന്തുകൊണ്ടാണ് ഷോൺ ജോർജ് ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത് എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. ഏതായാലും ഷോൺ ജോർജ് ഇത്തരമൊരു നീക്കം നടത്തുന്നതിന്റെ പിന്നിൽ മറ്റു ചിലരുണ്ടോ എന്ന സംശയവും ഈ ഘട്ടത്തിൽ വെളിപ്പെടുകയാണ്. ഇപ്പോൾ ആദ്യ ഒരു പരാതി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിനും നൽകിയിരുന്നു ഷോൺ ജോർജ്. അതിനുശേഷം അത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നടന്ന ക്രയവിക്രയം അന്വേഷിക്കണമെന്ന ആവശ്യം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, വീണ വിജയന്റെ കമ്പനി എക്സാലോജിക് വെറും കടലാസ് കമ്പനിയാണോ എന്ന് പരിശോധിക്കണമെന്ന് എറണാകുളത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ആവശ്യം വിവാദങ്ങൾക്ക് പുതിയ തലം നൽകുക തന്നെയാണ്. തങ്ങളുടെ ചോദ്യങ്ങൾക്ക് CMRL നൽകിയ മറുപടി അവ്യക്തമാണെന്നും അവർ പറയുന്നു. ഏതായാലും വീണയുടെ കമ്പനിയും കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകൾ വിശദമായി തന്നെ പരിശോധിക്കണമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. കരിമണൽ കമ്പനിയിൽ നിന്നും 13% ഓഹരിയുള്ള സർക്കാർ സ്ഥാപനമായ KSIDCയുടെ കണക്കുകൾ പരിശോധിക്കണമെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കമ്പനി ഉടമയും മുഖ്യമന്ത്രിയുടെ മകളുമായ വീണയ്ക്ക് ഇപ്പോഴും മൗനം ഭേദിക്കാനുമായിട്ടില്ല. കൊച്ചിയിലെ ശശിധരൻ കർത്തയുടെ CMRL-ൽ നിന്ന് വ്യക്തിപരമായി കൈപ്പറ്റിയ 55 ലക്ഷം രൂപയെ പറ്റിയുള്ള ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് പോലും കർണാടക രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് വിശദീകരണം നൽകാതെ വീണ ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതെല്ലാം ചർച്ചകളിൽ നിറയുകയാണ്. ഇതിനിടെയാണ് എക്സാലോജിക് വെറും കടലാസ് കമ്പനിയാണോ എന്ന ചർച്ചയും വരുന്നത്. കേരളത്തിലെ പല സ്ഥാപനങ്ങളിൽ നിന്നും എക്സാലോജിക്കിന് പണം കിട്ടിയിട്ടുണ്ട് എന്നും ഈ അക്കൗണ്ട് വിവരങ്ങൾ അടക്കം കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നുണ്ടെന്നുമാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. സേവനത്തിനാണോ ഇവരെല്ലാം പണം നൽകിയതെന്നും പരിശോധിക്കുന്നുണ്ട്. എക്സാലോജിക് CMRL വിവാദ ഇടപാടിൽ എറണാകുളം ROC. ഇതിനിടെയാണ് എക്സാലോജിക് കടലാസ് കമ്പനിയാണോ എന്ന ചർച്ചയും വരുന്നത്. കേരളത്തിലെ പല സ്ഥാപനങ്ങളിൽ നിന്നും എക്സാലോജിക്കിന് പണം കിട്ടിയിട്ടുണ്ട്. ഈ അക്കൗണ്ട് വിവരങ്ങളും പരിശോധിക്കുന്നുണ്ട്. സേവനത്തിനാണോ ഇവരെല്ലാം പണം നൽകിയതെന്നും ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നു. എക്സാലോജിക് CMRL വിവാദ ഇടപാടിൽ എറണാകുളം ROC റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എല്ലാ അർത്ഥത്തിലും CPM പ്രതിരോധത്തിലാകും, പിണറായി വിജയൻ പ്രതിരോധത്തിലാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കമ്പനിയായ എക്സാലോജിക് ഷെൽ കമ്പനിയാണോ എന്ന ആരോപണം പല കേന്ദ്രങ്ങളും നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നതാണ്. എക്സാലോജിക്കും CMRL-ഉം തമ്മിലുള്ള ഇടപാടുകൾ വിശദമായി പരിശോധിക്കണം, KSIDCയുടെ കണക്ക് പുസ്തകങ്ങൾ പരിശോധിക്കണമെന്നും എറണാകുളം ROC റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രാഥമിക അന്വേഷണ വിവരങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു. ഇതെല്ലാം ചർച്ചകൾക്ക് പുതിയ തലം നൽകുന്നതാണ്. സംസ്ഥാന സർക്കാരിന്റെ കരുതലും സഹായവും വേണ്ട നിരവധി സ്ഥാപനങ്ങൾ വീണയുടെ കമ്പനി അക്കൗണ്ടിലേക്ക് പണം സ്ഥിരമായി ഇട്ടിട്ടുണ്ട് എന്ന ആരോപണവും വരുന്നുണ്ട്. ഇതെല്ലാം സോഫ്റ്റ്വെയർ സേവനത്തിനാണെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും സ്കൂളുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ആണ് ഇത്. കമ്പനിയുമായി ബന്ധപ്പെട്ട സംശയങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ ഈ ഇടപാടുകളെല്ലാം പരിശോധിക്കാൻ സാധ്യതയുണ്ട്. അക്കൗണ്ടിൽ ഇടപാട് നടത്തിയിരുന്നവരിൽ മലബാറിലെ പല പ്രമുഖ സ്ഥാപനങ്ങളും ഉണ്ടെന്നുള്ള വസ്തുതയും പുറത്തു വരുന്നു.
CMRലുമായുള്ള കരാറിൽ എക്സാലോജിക് വാങ്ങിയ 1.72 കോടിക്ക് പുറമെ അതേ കമ്പനിക്ക് കൺസൾട്ടൻസി സർവീസ് നൽകി 55 ലക്ഷം രൂപ വീണ വ്യക്തിപരമായും കൈപ്പറ്റിയിട്ടുണ്ട്. ഇതെന്തിന് കൈപ്പറ്റിയെന്നോ ഇതിന്റെ അടിസ്ഥാനം എന്താണെന്നോ വീണ വെളിപ്പെടുത്തിയിട്ടുമില്ല. ഒഴിഞ്ഞുമാറൽ തന്ത്രം ഇനി നടപ്പില്ലെന്നും ചോദ്യത്തിന് ആധാരമായ റിപ്പോർട്ട് ആദായനികുതി സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവാണെന്നും എക്സാലോജിക് മരവിപ്പിക്കാൻ തെറ്റായ വിവരങ്ങൾ കൊടുക്കുകയും രേഖകളിൽ കൃത്രിമം കാണിക്കുകയും ചെയ്തെന്നും ROC റിപ്പോർട്ടിൽ വ്യക്തമായും പറയുന്നുണ്ട്. വീണ യോഗ്യതയുള്ള സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ ആണെന്നും അവർക്ക് സ്വന്തം നിലയിൽ സോഫ്റ്റ്വെയർ കൺസൾട്ടൻസിക്ക് അർഹതയുണ്ടെന്നുമാണ് എക്സാലോജിക് ROCക്ക് കൊടുത്ത മറുപടി. എന്നാൽ വ്യക്തിപരമായ നിലയിൽ വീണ IT മാർക്കറ്റിംഗ് സേവനങ്ങൾ നൽകാനുള്ള കരാറൊന്നും CMRലുമായി ഉണ്ടാക്കിയിട്ടുമില്ല. ലഭിച്ച എല്ലാ വരുമാനവും ആദായ നികുതി പരിശോധനയിലുള്ളതും വെളിപ്പെടുത്തിയതുമാണ് എന്നാണ് ഇവർ പറയുന്നത്. കമ്പനി വിശദീകരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. ഇതെല്ലാം പരിശോധിച്ചാണ് നിർണായകമായ തീരുമാനങ്ങളിലേക്ക് കേന്ദ്ര ഏജൻസിയും എത്തുന്നത്. എക്സാലോജിക് കള്ളപ്പണം വെളുപ്പിക്കൽ, തടയൽ, അഴിമതി നിരോധന നിയമങ്ങൾ ലംഘിച്ചതായും ROC റിപ്പോർട്ടിലുണ്ട്. വേണമെങ്കിൽ വീണയ്ക്ക് വ്യക്തിപരമായ കരാറില്ലെന്നും അത് കമ്പനികൾ തമ്മിലാണെന്നും അംഗീകരിക്കാം. എന്നാൽ അപ്പോഴും എക്സാലോജിക് ഏത് സേവനം ഏതളവ് വരെ നൽകി, വീണ എന്തു സേവനമാണ് നൽകിയത് എന്നൊക്കെ വേർതിരിച്ചറിയാൻ തന്നെ പ്രയാസമാവുകയും ചെയ്യും. കമ്പനി സമർപ്പിച്ച രേഖകൾ തീർത്തും അപര്യാപ്തമാണ്. ROC വിലയിരുത്തുന്നതും അങ്ങനെ തന്നെയാണ്. പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് CMRLന്റെ ഓഹരി പങ്കാളിത്തമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി CMRL എക്സാലോജിക്കിന്റെ തൽപര കക്ഷിയാണെന്ന വാദം കമ്പനി രജിസ്ട്രാർ ഉന്നയിക്കുന്നു. ഇത് വീണയുടെ മറുപടി തൃപ്തികരമല്ലെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. നിലവിലെ അന്വേഷണ റിപ്പോർട്ടും അങ്ങനെ തന്നെയാണ്. ചോദ്യങ്ങൾക്ക് വ്യക്തതയില്ലെന്ന് പറഞ്ഞ വീണ ചോദ്യങ്ങൾക്ക് ആധാരമായ രേഖകളുടെ വിവരം തന്നാൽ തുടർ മറുപടി നൽകാം എന്നും പറയുന്നു. CMRലിൽ നിന്ന് 55 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് വന്നതിനെ കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നാണ് ബംഗളൂരു ROCയുടെയും കണ്ടെത്തൽ. എക്സാലോജിക്കിന് സോഫ്റ്റ്വെയർ സർവീസ് എന്ന പേരിൽ പ്രതിമാസം 3 ലക്ഷം രൂപ കിട്ടിയതിന് പുറമെയാണ് വീണയുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയതിനാലാണ് ROC സംശയം ഉന്നയിച്ചത്. ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് ചൂണ്ടിക്കാട്ടിയായിരുന്നു ബംഗളൂരു ROCയുടെ ചോദ്യം. എന്നാൽ ROCയുടെ ചോദ്യങ്ങൾക്ക് വ്യക്തതയില്ലെന്നാണ് വീണ മറുപടി പറയുന്നത്. ഏതായാലും ഇതിൽ വ്യക്തത വരുത്താനായി വീണ കാത്തിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വീണയ്ക്ക് മനസ്സിലാകാത്തതല്ല, മനസ്സിലായില്ല എന്ന് നടിക്കുന്നതാണ് ഉത്തമമെന്ന് തോന്നിയതിനാലാവും ഇപ്പോൾ വ്യക്തതയില്ല എന്ന് ചോദ്യം ഉന്നയിക്കുന്നത്. നമുക്ക് എവർക്കും അറിയാം, വീണയുടെ കമ്പനിയിലേക്ക് വന്നതിന് പുറമെ 55 ലക്ഷം രൂപ വീണയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് വന്നു എന്നാണ്. ആ കാര്യങ്ങളാണ് ചോദിക്കുന്നത് ROC. ഏതായാലും വീണയ്ക്ക് വ്യക്തതയില്ലെങ്കിലും ഇത് കേൾക്കുന്ന പ്രേക്ഷകന് അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക്, സാധാരണക്കാരന്, ഒരു തീർത്തും സാധാരണക്കാരനായ ഒരു പാർട്ടി പ്രവർത്തകന് പോലും ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. ഏതായാലും വീണ്ടും ഷോൺ ജോർജ് മറ്റൊരു പരാതി കൂടി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ നിന്ന് 4 വർഷം മുമ്പ് നൽകിയ പണത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ ആരോപണം ഉയർന്നതും അത് പരാതിയാകുന്നതും. പിണറായി വിജയന്റെ മകൾ വീണയുടെ സ്ഥാപനത്തിന് കടമായാണ് 77.6 ലക്ഷം രൂപ നൽകി എന്നിവർ പറയുന്നത്. ഏതായാലും കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് വീണ്ടും ഷോൺ ജോർജ് പരാതി നൽകിയിരിക്കുന്നു. ഏതായാലും ഷോൺ ജോർജ് ഈ പരാതിയുമായി രംഗത്ത് വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു മുൻ നേതാവിന്റെ മകൻ ഷോൺ ജോർജിലൂടെ, മറ്റാരുമല്ല, മുൻ നേതാവിന്റെ പേര് പറയാം, കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ഷോൺ ജോർജിന്റെ ഒപ്പം അഭിഭാഷകരായി അവർ രണ്ടുപേരും ചേർന്നൊരു ലീഗൽ ഫേം എറണാകുളത്ത് നടത്തുകയാണ്. ഏതായാലും ഇപ്പോൾ എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബിനീഷ് കോടിയേരിയിലേക്കാണ്. ബിനീഷ് കോടിയേരിയാണോ ഇത്തരമൊരു പരാതിക്ക് പിന്നിലെന്ന് സംശയം വരിക സ്വാഭാവികമാണ്. ഏതായാലും അത്തരമൊരു സംശയം ജനങ്ങൾ പലരും ഉന്നയിക്കുന്നുണ്ട്. അതിനൊരു കാരണവുമുണ്ട്. കാരണം കോടിയേരി ബാലകൃഷ്ണന്റെ മരണാനന്തര ചടങ്ങുകളിലടക്കം അദ്ദേഹത്തിനെ ഇവിടെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ഒരു പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ നടത്താൻ പിണറായി വിജയൻ സമ്മതിച്ചിരുന്നില്ല എന്ന വസ്തുതകളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. അതടക്കം അതുമാത്രവുമല്ല, കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ പോലും ഒരു കേസിൽപ്പെട്ടപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് താൻ ഇതിലൊന്നും ഇടപെടില്ല എന്ന് തന്നെയായിരുന്നു. എന്നാൽ വീണ വിജയന് എപ്പോൾ പ്രശ്നം വന്നാലും ആ പാർട്ടി ഇറങ്ങി വീണ വിജയനെ രക്ഷിക്കാൻ ഇറങ്ങുന്ന കാഴ്ച നമ്മളേവരും കാണുന്നതാണ്. കോടിയേരിയുടെ മകൻ ബിനീഷിന് കിട്ടാത്ത പരിഗണനകൾ വീണയ്ക്ക് കിട്ടുന്നുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. ആ കാര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ
ബിനീഷ് കോടിയേരിയോട് നമുക്ക് ഐക്യപ്പെടാനേ കഴിയൂ. കാരണം ബിനീഷ് കോടിയേരിക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് പിണറായി വിജയന്റെ മകൾ വീണ വിജയനുള്ളത്? ബിനീഷ് കോടിയേരി ഒന്നുമില്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കാലത്തെങ്കിലും രാഷ്ട്രീയം കളിച്ചു വളർന്ന ഒരാളാണ്. രാഷ്ട്രീയത്തിന് വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ പലപ്പോഴും ഇത്തരത്തിലുള്ള പല കേസുകളിൽ പോലും പെട്ടതുപോലും ഒരുപക്ഷെ രാഷ്ട്രീയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുകൊണ്ടും കൃത്യമായ നിലപാടുള്ളതുകൊണ്ടുമായിരിക്കാം. എങ്കിൽ പോലും വീണ വിജയന്റെ മകൾ ചില്ലുമേടയിൽ ഇരുന്നു കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി മറ്റുള്ളവരെ കല്ലെറിയുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിണറായി വിജയന്റെ മകളെ ആരെങ്കിലും ആക്രമിക്കാനോ ഇത്തരം അഴിമതികൾ പലപ്പോഴും കൃത്യമായി പുറത്തു വന്നപ്പോഴും പിണറായി വിജയൻ പ്രതിരോധിക്കുന്നതും പിണറായി വിജയന് വേണ്ടി മറ്റുള്ളവർ പ്രതിരോധിക്കുന്നതും നമ്മൾ കണ്ടതാണ്. പാർട്ടി ഇടപെടേണ്ട ഒരു വിഷയമല്ല എക്സാലോജിക്കും വീണ വിജയനും അതുപോലെ തന്നെ മറ്റ് കേസുകളുമായി ഉണ്ടാകുമ്പോൾ വരുന്നത്. എന്നാൽ എക്സാലോജിക്ക് എപ്പോഴൊക്കെ വിവാദത്തിൽപ്പെടുന്നോ അപ്പോഴൊക്കെ കേരളത്തിലെ CPM വീണ വിജയനെ വളരെ കൃത്യമായി തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് വ്യക്തമാവുകയാണ്. ഏതായാലും ഈ കേസിന് പിന്നിൽ കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരിയാണോ ഇപ്പോൾ ഇത്തരമൊരു നീക്കത്തിന് ഷോൺ ജോർജിനെ പ്രേരിപ്പിക്കുന്നതെന്ന സംശയം സ്വാഭാവികമായി ജനങ്ങൾക്ക് ഉണ്ടാകും. അതാണോ ഇപ്പോൾ ആ പകയാണോ ഇപ്പോൾ തീർക്കുന്നത് എന്നും ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഏതായാലും പക ആണെങ്കിൽ പോലും ഇനി അഥവാ കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരിക്ക് അങ്ങനെ ഒരു പകയുണ്ടെങ്കിൽ പോലും സംഭവങ്ങൾ സത്യമാണെന്ന് ഏതൊരു സാധാരണക്കാരനും അറിയാം. അതായത് വീണ വിജയൻ കഴിഞ്ഞ കുറേ നാളുകളായി വീണ വിജയന്റെ കമ്പനിക്ക് ഉണ്ടാകുന്ന വലിയ ഭീമമായ ലാഭമടക്കം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിന്റെ പിന്നിൽ അഴിമതി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അഴിമതിക്ക് കളമൊരുങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതിൽ നിന്നും വ്യക്തമാകുന്നതും അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണം വരുമ്പോൾ സത്യമായ ആരോപണങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ വീണ വിജയനെ പാർട്ടി ഇറങ്ങി പ്രതിരോധിക്കുന്നത് കാണുമ്പോൾ കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരിക്ക് സ്വാഭാവികമായ അസ്വസ്ഥത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ബിനീഷ് കോടിയേരിയാണോ ഈ കേസിന് പിന്നിലെന്നാണ്. ഏതായാലും ആണെങ്കിൽ പോലും ഇനി ആണെങ്കിൽ തന്നെ കോടിയേരിയുടെ മകൻ അത് ചെയ്താൽ സംസ്ഥാനത്തിന് വലിയ ഗുണകരമാകുമെന്ന് തന്നെ പറയാൻ കഴിയൂ. കാരണം വീണ വിജയനെ പോലെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ പദവി ഉപയോഗിച്ചുകൊണ്ട് അച്ഛൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രം വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നത് ചിലർക്ക് മാത്രമാണ്. ഏതായാലും അത് വലിയ അഴിമതിയാണ് ഇതിൻ്റെയൊക്കെ പിറകിൽ ഉണ്ടായിട്ടുള്ളതെന്ന് മാത്യു കുഴൽനാടൻ്റെ വാദം ശരിവെക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.